നമസ്കാരം. വീണ്ടും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് തന്നെ ഡോക്ടർ ജോയിയോട് വി.പി. ജോയിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശമ്പള പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടും. എന്നാൽ പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്സ് ധാരാളമുണ്ട്. കോഴിക്കോട് CWRDM, തൃശ്ശൂരിലെ പീച്ച് KFRI, തിരുവനന്തപുരം പാലോട് TBGRI, രാജീവ് ഗാന്ധി ബയോടെക്നിക്കൽ സെൻറ്റർ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിനൊന്നും ചെയ്യാനില്ല. പിന്നെ NSS ഇപ്പോൾ കേന്ദ്രമാണ്. അതുപോലെ തന്നെ നാറ്റ്പാക്ക്, പിന്നെ ഗുലാത്തി സെൻറ്റർ, പിന്നെ CDS, കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്റർ, LBS, ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ, CDIT, പിന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ. ഇവിടെയൊക്കെ ഒന്നുകിൽ മുഖ്യമന്ത്രി ചെയർമാനായുള്ള ഒരു ഗവേണിംഗ് കൗൺസിലും അത് കഴിഞ്ഞ് കൺസേൺ മന്ത്രി കൺവീനറായിട്ടുള്ളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ LBSന് ഉദാഹരണം എടുത്താൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് വൈസ് ചെയർമാൻ, പിന്നെ അതിൻ്റെ താഴെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കാണും. മറ്റു ചില സ്ഥാപനങ്ങളെടുത്താൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും അതിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. കൺസേൺ ഏത് വകുപ്പിൻ്റെ കീഴിലാണോ ആ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ, അതിൻ്റെ ഡയറക്ടറായിരിക്കും കൺവീനർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ശമ്പള പരിഷ്കരണം ഇപ്പോൾ LBSന് ഉദാഹരണം വെച്ചാൽ ഞാൻ പറയാം. LBSൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ എന്നിട്ട് അവർ 6 മാസം എടുത്തു അവരുടെ കമ്മിറ്റി കൂടാൻ. അപ്പോൾ 6 മാസം അവർക്ക് ശമ്പള പരിഷ്കരണം ഇല്ല. ഇനി 6 മാസം കഴിഞ്ഞ് കമ്മിറ്റി കൂടിയതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ അയക്കണം. എന്തിന് സെക്രട്ടേറിയറ്റിൽ അയക്കണം? ബഡ്ജറ്റിൽ വെച്ച് ഒരു സ്ഥാപനത്തിന് മാറ്റിക്കഴിഞ്ഞാൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ പിന്നെ എല്ലാ സ്ഥാപനത്തിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഗവൺമെൻറ്റിൽ അയക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന PRCക്കാരും എക്സ്പെൻഡിച്ചറുകാരും ഉടനെ തിരിച്ച് സ്ഥാപനത്തിന് എഴുതും, നിങ്ങൾക്ക് ഫണ്ടുണ്ടോ? ഫണ്ടുണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫണ്ടുണ്ടെന്ന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് അടുത്ത PRCയിൽ അയച്ച് ആ സെക്രട്ടേറിയറ്റിനകത്തുള്ള ഒരുവിധപ്പെട്ട ഫിനാൻസിൻ്റെ എല്ലാ സ്ഥലത്തും ആ ഫയൽ കയറി ഇറങ്ങി വരുമ്പോൾ പല സ്കെയിലുകളും വെട്ടും. LBSൽ സംഭവിച്ചതാണ് ഞാനീ പറയുന്നത്. പലരുടെ സ്കെയിലുകളും വെട്ടും, പ്രൊമോഷൻ കൊടുക്കത്തില്ല, ശമ്പളം കൊടുക്കത്തില്ല. 9 വർഷമായി 6 മാസമായി തുടങ്ങി 9 വർഷമായിട്ട് അവർക്കെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ 10ാം വർഷം ആയല്ലോ, അടുത്ത ശമ്പള പരിഷ്കരണം ആയല്ലോ. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ LBSലെ ഉദ്യോഗസ്ഥരുടെ ഞാനീ പറഞ്ഞ പോലിട്ട് ഇഴച്ചഴിച്ച് 9ാം വർഷത്തിലും അവർക്ക് കൃത്യമായി കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ശമ്പള പരിഷ്കരണം വരുന്നു. ഇതൊരു ഉഡായിപ്പാണ്. ഈ ഉഡായിപ്പ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഫിനാൻസ് വകുപ്പുകാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, നിങ്ങൾ പല ഡിവിഷനുകളിലും സ്പെഷ്യൽ പേ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, സ്പെഷ്യൽ അലവൻസ് എഴുതിയെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സെൻട്രലൈസ്ഡ് AC ആണ് അവിടെ. സുഖമായിട്ട് നിങ്ങളിരുന്ന് ജോലി ചെയ്യുന്നു. നിങ്ങൾ ഈ ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി മറ്റുള്ളവരെ ശമ്പളം കട്ട് ചെയ്യരുത്. ഇത് സീരിയസ് ആയിട്ട് സംസാരം നടക്കുന്നു. അതുകൊണ്ട് വി.പി. ജോയിയോട് പറയാനുള്ളത്, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ എല്ലാ സ്ഥാപനങ്ങളിലും 3 മാസത്തിനകത്ത് കമ്മിറ്റി കൂടി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം. ദാറ്റ്സ് എ ഡെഡ് ലൈൻ. 90 ദിവസത്തിനപ്പുറം ഈ 12ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ഉത്തരവിറങ്ങിയാൽ 90 ദിവസത്തിനകം എന്ത് പ്രൊസീജിയർ ഉണ്ടെങ്കിലും ആ പ്രൊസീജിയർ നടപ്പിലാക്കി അവിടെ ശമ്പള പരിഷ്കരണം കൊടുത്തിരിക്കണം. DA ഇറങ്ങിയാൽ 3 മാസത്തിനകത്ത് DA കൊടുത്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ പെർഫോമൻസ്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാരോട് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറയാനും പഞ്ചും വയ്ക്കുന്നതിലും സത്യസന്ധതയൊക്കെ വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ വളരെ പ്രധാനമായി വി.പി. ജോയി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പരാതികളായിട്ട് നമ്മളോട് എഴുതി അറിയിച്ചിട്ടുണ്ട്. ക്വാർട്ടേഴ്സ് കിട്ടുന്നതിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികളും മാത്രമായി പോയി താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കൊടുക്കുന്നതിൽ വലിയ അലംഭാവമുണ്ട്, വലിയ യൂണിയൻ കളിയുണ്ട്. ക്വാർട്ടേഴ്സ് കിട്ടണമെങ്കിൽ യൂണിയൻ കളി കളിക്കണം. ഇത് പിന്നെ വി.പി. ജോയി വിമൺ ഫ്രണ്ട്ലി ആക്കണം എന്ന് പറയുന്ന ആ ക്ലോസ് എടുത്തുകൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കണം. അതൊരു
മൊബൈൽ ആപ്പ് വഴി വളരെ ട്രാൻസ്പെറൻ്റായി ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണം. അല്ലാതെ യൂണിയനെ പിടിച്ചാൽ ക്വാർട്ടേഴ്സ് കിട്ടും, യൂണിയനെ പിടിച്ചാൽ 2 ക്വാർട്ടേഴ്സ് കിട്ടും, യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ ക്വാർട്ടേഴ്സ് കിട്ടില്ല. ഇത് മാറ്റിപ്പിടിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മറ്റ് പല ആനുകൂല്യങ്ങളും സർക്കാരിനെ സംബന്ധിച്ച് വിമൻ ഫ്രണ്ട്ലി ആക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും കൂടി കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ പബ്ലിക് ഓഫീസുകളുണ്ട്, വലിയ ഒരു 10,000 സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്ന പബ്ലിക് ഓഫീസ് ഒരു ഉണ്ടെങ്കിൽ അവിടെ നാപ്കിൻ വെൻഡിങ് മെഷീനുകൾ വെക്കേണ്ടി വരും, വെള്ളം കുടിക്കാനുള്ള സംവിധാനം വെക്കേണ്ടി വരും, നല്ല അടിപൊളി വാഷ്റൂമുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഓഫീസിൽ വന്നാൽ പോകാനും ഇരിക്കാനുമുള്ള സംവിധാനം ചെയ്ത് കൊടുക്കേണ്ടി വരും. വിമൺസ് ലിഫ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും, അല്ലെങ്കിൽ ടൈമിംഗ് ആലോചിക്കേണ്ടി വരും. വിമൺസിന് മാത്രമായൊരു ലിഫ്റ്റിൻ്റെ ടൈമിംഗ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിമൺ ഫ്രണ്ട്ലി ആയിട്ടും പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യേണ്ടതുണ്ട്. ഇത് VP ജോയ് ചെയ്യുമോ? അല്ലാതെ മോഹൻദാസ് കഴിഞ്ഞ പ്രാവശ്യം 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ മോഹൻദാസിൻ്റെ കമ്മീഷനെ വെച്ചപ്പോൾ മോഹൻദാസ് ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ആർക്കൈവിൽ കിടപ്പുണ്ട്. മോഹൻദാസ് പറഞ്ഞു, ശമ്പള കമ്മീഷൻ പരിഷ്കാര കമ്മീഷന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, നമ്മൾ പേ സ്കെയിലിൻ്റെ ഒരു റിവിഷൻ പറയുകയും ഫിറ്റ്മെൻറ്റ് അലവൻസ് പറയുകയും സർവീസ് വെയിറ്റേജ് കൊടുക്കണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനല്ലാതെ ഞങ്ങൾക്ക് വലിയ അധികാരമൊന്നുമില്ല എന്ന് പറയുന്നിടത്തുനിന്ന് മാറി നിങ്ങൾക്ക് തന്നിരുന്ന മാൻഡേറ്റ് വെച്ചുകൊണ്ട് സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും വിമൺ ഫ്രണ്ട്ലി ആക്കുന്നതിനും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുന്നതിനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനൊരു വലിയ ക്യാൻവാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതുപോലെ പഞ്ചായത്തിൽ വകുപ്പായതുകൊണ്ട് അവർക്ക് കിട്ടും. പക്ഷേ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ കൃത്യമായി 3 മാസത്തിനകം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ സമയമുണ്ടല്ലോ, അവർക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ 1 മാസം മതി, ഗവേണിംഗ് കൗൺസിൽ കൂടാൻ 2 മാസം മതി. അത് കൂടിയാൽ കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ പറ്റും. സെക്രട്ടേറിയറ്റിൽ അയച്ചാൽ വിത്ത് എല്ലാ പരിഗണനയും മാറ്റി വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റമൊക്കെ ഉള്ള കാലമല്ലേ, വളരെ കൃത്യമായിട്ട് 90 ദിവസം വെച്ച് ഡെഡ് ലൈൻ, 3 മാസത്തിനകം ശമ്പള പരിഷ്കരണം എല്ലാ വകുപ്പിലും, എല്ലാ PSUകളിലും, എല്ലാ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലും നടത്തിയിരിക്കണം. ഇറ്റ് ഈസ് എ മാൻഡേറ്ററി ആൻഡ് കമ്പൾസറി. ജോയിക്ക് പറയാൻ പറ്റുമെങ്കിൽ ജോയി റെക്കമെൻഡ് ചെയ്യുക.